കൃഷ്ണൻ സത്യഭാമയോടൊപ്പം നരകാസുരനെ നിഗ്രഹിച്ചതാണ്. ആ ദിവസമാണ് ഈ വിഷു ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. കണിക്കൊന്ന എന്ന പുഷ്പത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ചു. ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ബാലിയെ വീഴ്ത്തുന്നത്. അത് ഈ കൊന്ന മരത്തിന്റെ ആയിരുന്നു. എന്തുകൊണ്ടാണ് കണ്ണനെ കണി കാണുന്നത്? ഭഗവാന് ഒരു ഉണ്ണിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈ ഉണ്ണിക്ക് ഭഗവാനെ വിളിക്കുന്നിടത്തെല്ലാം കൃഷ്ണൻ വരും. മറ്റാർക്കും കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു നാൾ ആരോ ഒരാൾ നല്ലൊരു സ്വർണ്ണമാലയൊക്കെ കൃഷ്ണന് സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ഇത് ഈ ഉണ്ണിക്ക് കൊടുത്തു. അതിന് സമാധാനമായിട്ട് ഭഗവാൻ ഒരു അശരീരി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന ആ മരത്തിലെല്ലാം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുക. അതുവരെയും കൊന്ന മരം പൂത്തിട്ടേ ഇല്ല എന്നാ പറയാം. എന്തായാലും കണിയിൽ വെക്കണമെന്ന് നിർബന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? എല്ലാം ചെയ്യുന്നത് എന്തിനാ? മനസ്സമാധാനത്തിനും മനസ്സിൻ്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണ്. 2 തുമ്പപ്പൂവും ഒരു ഉണക്കലരിയും വെച്ചാലും കണി കാണാം. എന്തെങ്കിലും വെക്കാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഒരു വല്ലാത്തൊരു സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്, ഈശ്വരനൊക്കെയാണ്, പക്ഷെ എന്തോ ഞാൻ വിളിച്ച കേൾക്കും. ക്ഷേത്രങ്ങളിൽ കണി കാണുന്നതാണോ വീടുകളിൽ കണി കാണുന്നതാണോ ഉചിതം? ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവില്ലേ. ഇന്നത്തെ കാലത്തെ വിഷുവിനെ വിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മാറ്റാ തോന്നുന്നത്? നമ്മൾ കുറെ കഥയൊക്കെ പറയാമെങ്കിലും അപ്പം അവർക്ക് ഈ കാരണവര് വെറുതെ എന്തൊക്കെയോ അടിച്ചുവിടുക എന്ന് പറയും. നമസ്കാരം. വീണ്ടും ഒരു വിഷുക്കാലം എത്തിയിരിക്കുകയാണ്. വിഷു ആകുമ്പോൾ നമുക്കുള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തേടിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സംശയങ്ങൾക്ക് മറുപടി തരാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് തിരുവല്ല കുഴിക്കാട്ടില്ലത്തിൽ ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ്. തിരുവേണി നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, വിഷു എത്തുമ്പോൾ ഒരുപാട് സംശയങ്ങൾ എല്ലാ ആളുകളുടെ മനസ്സിലേക്കും വരും. അത് കണി വെക്കുന്നതിൽ തുടങ്ങും എന്ന് നമുക്ക് പറയാം. അപ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് കണ്ണനെ കണി കാണുന്നത്? പൊതുവെ എല്ലായിടത്തും നമുക്കറിയാലോ, കൃഷ്ണനെയാണ് പ്രാധാന്യം നൽകുന്നത് വിഷുവിന്. എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിട്ടും കൃഷ്ണന് എത്രത്തോളം പ്രാധാന്യം ലഭിച്ചത്? ശ്രീവല്ലഭാശരണം. ഈ വിഷു ആഘോഷം അല്ലെ ആചാരം, ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഥവാ അത് ശ്രീരാമനുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഐതിഹ്യം. കൃഷ്ണൻ സത്യഭാമയോടൊപ്പം ചെന്നാണ് നരകാസുരൻ അത്രയേറെ ഭീതി വളർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ഭൂമിയിൽ. ആ നരകാസുരനെ നിഗ്രഹിച്ചതാണ്. ആ ദിവസമാണ് ഈ വിഷു ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതായത് വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ എന്ന് പറയുന്ന ആ തത്വം തന്നെ. അപ്പം വിഷു എന്ന് പറയുന്നത് വിഷുവം, അത് രാത്രിയും പകലും ഒരേ ദൈർഘ്യമുള്ള ആ ദിവസമാണ് വിഷുവം. പണ്ട് വിഷുവൽ കാലം, അതായത് പുണ്യവത്സരം ആയിരുന്നു. മലയാളികൾ മാത്രമല്ല, ഭാരതത്തിൻ്റെ വിവിധ ദേശക്കാർ ഇതേപോലെ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ ആസാമിൽ ബിഹു, അതും ഇത് തന്നെയാണ്. ഉഗാദി എന്നൊക്കെ അങ്ങനെ, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം മേടം എന്ന് പറയുന്നത് മാസത്തിലെ 1-ാം തീയതി ആയിരുന്നു അല്ലേ വിഷു എന്നതിനോട് ആദ്യം ചോദിച്ചില്ലേ. അപ്പം വിഷു എന്ന് പറയുന്നത് തന്നെ ഈ മേടം രാശിയിലേക്ക് സൂര്യൻ രവി സംക്രമിക്കുന്ന ആ ദിനമാണ്. കുംഭക്കൂറിലാണത് ഉണ്ടാവുക. ഇത്തവണ അത് മേടം 1-ാം തീയതി കാലത്ത് 9:32 അപ്പോൾ സ്വാഭാവികമായും അന്ന് സംക്രമത്തിൻ്റെ പകൽ സംക്രമിച്ചത് കൊണ്ട് പിറ്റേ ദിവസമാവും വിഷുവാണ് ആകുന്നത്. എന്നാൽ വിഷുവൽ പുണ്യകാലം ഈ 1-ാം തീയതി തന്നെയാണ് തുടങ്ങുക. വിഷു ആഘോഷം 2-നാ വരിക. അതാണ് ആ ഒരു വിഷുവം എന്ന 2 ദിനവും രാത്രിയും ഒരേപോലെ ഒരേ ദൈർഘ്യമുള്ളതാണ്. അതാണ് വിഷുവം. വിഷുവൽ അത് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതായിരുന്നു നവവത്സരമായിട്ട് നമ്മളും ആചരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നല്ല ഒരു തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ എണീച്ച് കണി കാണുമ്പോൾ പിന്നെ വരുന്ന ഒരു വർഷം നമുക്ക് അത്രത്തോളം നല്ലതായിരിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതിന് പിന്നിൽ ഉള്ളൊരു ഐതിഹ്യം എങ്ങനെയാണ്? ഐതിഹ്യം ആയിട്ട് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച
ആ ഈശ്വര ഉപാസനയുമായിട്ട് ബന്ധപ്പെടും, കൃഷ്ണനും ശ്രീരാമനും ഒക്കെ ആയിട്ട്. അപ്പം കൃഷ്ണൻ ഒരാൾക്ക് മോക്ഷം കൊടുത്തു, ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അതും മോക്ഷദായകമാണ്. നിഗ്രഹിച്ചു, പക്ഷേ അത് വീരസ്വർഗം അല്ലെങ്കിൽ സ്വർഗമാണ് അവർക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദർശനം ആണ് ആ രാവിലെ ആ കണിയിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. ഭഗവാന്റെ ദർശനം എന്ന് പറയുമ്പോൾ അതിന് തലേ ദിവസം മുതലേ അതിൻ്റെ ഒരുക്കങ്ങളാണ് തുടങ്ങുക. പഴയ കാലത്ത് ഇപ്പം ഇല്ലങ്ങളിലൊക്കെ ആണെങ്കിൽ നാലുകെട്ട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി പുരയിടങ്ങളും ഒക്കെ വൃത്തിയാക്കി എല്ലാം മാലിന്യങ്ങളും അങ്ങനെയുള്ള ചപ്പിയവറുകൾ അങ്ങനെയുള്ള എല്ലാം പുറത്ത് കൊണ്ടുപോയി കളയും. പുറത്ത് അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടാവും, അവിടെ കൊണ്ടുവന്ന് അത് കളഞ്ഞിട്ട് തളിച്ച് ശുദ്ധമാക്കിയൊക്കെ വെക്കുക. പിന്നീടാണ് അത് മൂദേവിയെ പുറത്ത് കളയുന്നു, ശ്രീദേവിയെ സ്വീകരിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെ. അപ്പം ലക്ഷ്മി എവിടെയാണോ, ലക്ഷ്മി വേണമെങ്കിൽ ഭഗവാൻ ഉണ്ടാവണം. ഭഗവാനോടൊപ്പമാണ് ഭഗവതി ഉള്ളത്. അപ്പോൾ ആ ഭഗവതിയെ സ്വീകരിക്കുവാൻ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് ചില നിശ്ചയങ്ങൾ നമുക്കുണ്ട്, ഇന്ന പോലെ വേണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം എൻ്റെയൊക്കെ ഇല്ലത്താണെങ്കിൽ തേവാരത്തിലാണ് ഇത് വയ്ക്കുക. അപ്പോൾ തേവാരത്തല അന്ന് രാത്രിയിൽ വേണ്ടുന്ന അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ കാലത്ത് ആ ഇല്ലത്തെ, ഇപ്പം എൻ്റെ ഇല്ലത്ത് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ആരാണോ അവർ ആദ്യം എഴുന്നേറ്റ് വന്ന് എന്താ പറയുക, മേലൊക്കെ കഴുകി കുളിയും കഴിഞ്ഞ് അലക്കിയ വസ്ത്രം മറ്റേ സെറ്റും മുണ്ടുമൊക്കെ ഉടുക്കുക ഒക്കെ കൊടുത്ത് ആ ദീപങ്ങൾ കത്തിക്കും. അകത്തെ എത്ര വിളക്കുകളുണ്ടോ അതെല്ലാം നിറയെ അസാരം തിരിയിട്ട് ഒക്കെ കത്തിച്ച് ഈ കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഉരുളിയിൽ ഓട്ടുരുളിക്കകത്ത് നാഴി, ചങ്ങഴി നാഴി, ആ നാഴിക്കകത്ത് ഉണക്കലരി ഉണ്ടാവും, ഒരു അലക്കിയ വസ്ത്രം ഉണ്ടാവും, മറ്റേ കണ്ണാടി, വാൽക്കണ്ണാടി, ചെപ്പ്, സിന്ദൂരം, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, ഫലം, ചക്ക, മാങ്ങ ഇവയുണ്ടാവും, വെള്ളരിക്ക, അതെ ചക്ക, മാങ്ങ, വെള്ളരിക്ക ഇത്യാദികൾ, പിന്നെ സ്വർണം, ഇത്രയും കൂടെയാണ് വെച്ച്. അപ്പോൾ എന്നിട്ട് ഓരോരുത്തരെയായി കണ്ണ് മൂടി എഴുന്നേൽക്കുമ്പോഴേ കണ്ണ് മൂടി കെട്ടിക്കൊണ്ടാകും, കണ്ണിനകത്ത് കഴിച്ചുകൊണ്ട്. ഇത് ആദ്യം കാണുന്ന ദേവന്മാരെയാണ്. ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കാരണവന്മാർ ഇതിനകത്ത് ഓരോ കൈനീട്ടമായിട്ട് ഓരോ നാണയം കൊടുക്കുക. പക്ഷെ ആ നാണയം ആ സമൃദ്ധിയാണ് കാണിക്കുന്നത്. നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ആ വരുന്ന ഒരു വർഷത്തേക്ക് നമ്മളുടെ എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും ഇതിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നത് ആ തേവരെ സാക്ഷി നിർത്തിക്കൊണ്ട് കാരണവരാതിരുന്നത്. അപ്പം എല്ലാ അംഗങ്ങളുടെയും കഴിഞ്ഞാൽ പിന്നീട് ഇത് തൊഴുത്തിൽ കൊണ്ടുപോകും. പുറത്ത് അമ്പലം ഉണ്ടെങ്കിൽ പുറത്ത് അമ്പലത്തിൽ കൊണ്ട് കാണിക്കും, തൊഴുത്തിൽ. പിന്നീട് അതായത് വെളിയിൽ കൊണ്ടുവന്ന് വയ്ക്കും, കിഴക്ക് പുറത്ത്. എന്താ ഈ പ്രകൃതിയും ഇതിനെല്ലാം അനുയോജ്യമായി നിൽക്കണം, അവരെയും കണി കാണിക്കുക എന്നുള്ളൊരു സാധനം അതിനകത്തുള്ളത്. ഇങ്ങനെ ആ കാഴ്ച മുഴുവൻ കണികളുടെ കഴിഞ്ഞാൽ പിന്നീടാണ് അതിൽ നിന്നുള്ള വിഷു സദ്യ ഒരുക്കലിലേക്ക് കടക്കുക. ഇപ്പം നമ്മൾ കണി കാണുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് പേര് ക്ഷേത്രങ്ങളിൽ പോയി കണി കാണാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആദ്യമായി കണ്ണു തുറന്ന് ഭഗവാനെ കാണണം എന്നുള്ളതാണ്. പക്ഷെ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് പ്രായോഗികമായി നടക്കില്ല. അപ്പോൾ ശരിക്കും ക്ഷേത്രങ്ങളിൽ കണി കാണുന്നതാണോ വീടുകളിൽ കണി കാണുന്നതാണോ ഉചിതം? അല്ല, ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവില്ലേ. വീട്ടിൽ കാണുന്നതാണോ ഉചിതം, ക്ഷേത്രത്തിൽ കാണുന്നതാണോ? വീട്ടിൽ ഇപ്പം ആദ്യം കണി കാണേണ്ടത്, കണ്ണ് തുറന്നാൽ കാണേണ്ടത് ഇതാണ്. അത് വീട്ടിൽ സാധ്യമാവുന്നില്ല എന്ന സാഹചര്യം കൊണ്ടല്ലേ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പല കണികളും കണ്ടിട്ടായിരിക്കും ക്ഷേത്രത്തിൽ ചെല്ലുന്നത്, സത്യമാണ്. പക്ഷേ തൻ്റെ ഉള്ളിൽ എൻ്റെ ദേവനെ കണി കാണണം എന്നുള്ളൊരു അദമ്യമായ ആഗ്രഹമാണ് അല്ലേ ഉള്ളിൽ കിടക്കുന്നത്. അങ്ങനെ ആ ദേവനെ പോയി കാണുമ്പോൾ വേണ്ടുന്നത് ആ ഊർജം നമ്മളിലേക്ക് കിട്ടും. മറ്റതിനൊരു പ്രസക്തി ഇല്ലെന്നല്ല, അപ്രസക്തമായി അവിടെ ആ വിഷയം. ഇപ്പം നമുക്കറിയാം കണിക്കൊന്നയ്ക്ക് ഒരുപാട് പ്രാധാന്യം വിഷുവിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കണിക്കൊന്ന എന്ന പുഷ്പത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം?
അതൊരു രസകരമായ ഒരു കഥയാണ്, കേട്ടിട്ടുണ്ടാവും. ഈ രാവണ യുദ്ധസമയത്തെ ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ചു സുഗ്രീവൻ്റെ സഹായത്തോടെ. ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ബാലിയെ വീഴ്ത്തുന്നത്. അത് ഈ കൊന്ന മരത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അന്നു മുതൽ ഈ മരത്തിന് എല്ലാവരും ഒരു മോശം ഇതാണ് കൊടുത്തു വച്ചിരുന്നത്. കാരണം കൊന്ന മരം ആണല്ലോ. അങ്ങനെ ആ മരം ശ്രീരാമനെ ഭജിക്കുകയും 7 നാളുകൾക്ക് ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പൂർവ്വജന്മത്തിൽ എന്തോ ഒരു ഇങ്ങനെ അനർത്ഥം സംഭവിച്ചിരുന്നു, അതിൻ്റെ ഫലമാണെന്നും താൻ അടുത്ത ജന്മത്തിൽ കൃഷ്ണനായിട്ട് വരുമ്പോൾ ഇതിന് മോക്ഷം ലഭ്യമാകുമെന്നൊക്കെ പറഞ്ഞ് ഒരു കഥയുണ്ട്. അപ്പോൾ ആ ശ്രീകൃഷ്ണ അവതാരത്തിങ്കൾ ഗുരുവായൂരുമായിട്ട് ആണ് ഇതിനെ ഘടിപ്പിച്ച് വച്ചിരിക്കുന്നത്. കേട്ടിട്ടുണ്ടാവാം, ഭഗവാന് ഒരു ഉണ്ണിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിക്ക് ഭഗവാനെ വിളിക്കുന്നിടത്തെല്ലാം കൃഷ്ണൻ വരും, മറ്റാർക്കും കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു നാൾ ആരോ ഒരാൾ നല്ലൊരു സ്വർണ്ണമാലയൊക്കെ കൃഷ്ണന് സമർപ്പിച്ചു, അത് ചാർത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഭഗവാൻ ഇത് ഈ ഉണ്ണിക്ക് കൊടുത്തു, ഉണ്ണിയുടെ ഇല്ലത്തെന്ന്. അപ്പോൾ ഈ ഉണ്ണിയുടെ കഴുത്ത് കിടക്കുക, എല്ലാവർക്കും ഇതെങ്ങനെ കൊണ്ടുവന്ന് അവിടുന്ന് കൊണ്ടുവന്നതാണോ? അപ്പോൾ അതിന് സമാധാനമായിട്ട് ഭഗവാൻ ഒരു അശരീരി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിൽക്കുന്ന ആ മരത്തിലെല്ലാം സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുക. അതുവരെയും ആ കൊന്ന മരം പൂത്തിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അന്നും അശരീരിക്ക് ശേഷമാണ് ആ കൊന്ന മരം പൂത്തത്. തുടർന്ന് അത് ഏറ്റവും ഐശ്വര്യദായകമായിട്ട് അതിനെ കണ്ടുവരുന്നു. അതാണ് കൊന്നപ്പൂ എടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണാടിക്കും അതുപോലെ തന്നെ ഭയങ്കര വലിയൊരു പ്രാധാന്യം നമ്മൾ കണിയിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ കാണുക, നമ്മളെപ്പോഴും ഒരു തത്വമസി എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് വലിയ രീതിയിലൊരു ആത്മീയ പ്രാധാന്യമുണ്ടല്ലോ. അത് തന്നെയാണോ ഈ കണ്ണാടിക്ക് പിന്നിൽ? ഇത് വാൽക്കണ്ണാടി ആണല്ലോ. ഒന്നുകിൽ പഞ്ചലോഹത്തിലോ അല്ലെങ്കിൽ ഓട്ടിലോ ഒക്കെ ഉണ്ടാക്കുക വാൽക്കണ്ണാടി. ഈ കണ്ണാടി എന്ന് പറയുന്നത് പ്രതിബിംബം കാണാനുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തി തരുന്ന ആ ഒരു വസ്തുവാണ് കണ്ണാടി, അല്ലേ? ഇതേ കണ്ണാടിയുടെ ഉപയോഗമാണ് ക്ഷേത്രത്തിലെ ബിംബത്തിലുള്ളത്, അഥവാ നാം കാണേണ്ടത്. എന്നെ കാണാനാണ് ഞാൻ പോകുന്നത്. ആ ബിംബത്തിൽ ഇരിക്കുന്നത് കൃഷ്ണനോ ശിവനോ ഒക്കെ ആരും ആയിക്കോട്ടെ, അവിടെ ചെന്ന് ആ ജീവാത്മാവാകുന്ന ഞാൻ പരമാത്മാവാകുന്ന ആ ദേവനെ കാണുക. അപ്പം ജീവാത്മാവും പരമാത്മാവും ഭിന്നമല്ല, ഒന്നാണ്. അത് തന്നെയാണ് ഞാനും നീയും ഭിന്ന അല്ല, ഒന്ന് തന്നെയാണ് എന്ന തത്വം നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപാധികൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കണിയിൽ ഒരുപാട് സാധനങ്ങൾ വെക്കും. എന്നുവെച്ചാൽ പണ്ട് കാലത്തെ പോലെയല്ല. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വെള്ളരിക്കയിൽ തുടങ്ങി എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും നമ്മൾ കണിയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും കണിയിൽ വെക്കണമെന്ന് നിർബന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ഇത് ഫലം വർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വിഷു അതിൻ്റെ ചരിത്ര ഇതിലേക്ക് വന്നാൽ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. വിളവെടുപ്പിൻ്റെയും ഒക്കെ അതാ വിഷു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞതുപോലെ വെള്ളരിക്ക, ചക്ക, മാങ്ങ, മറ്റു പല ഫലവർഗ്ഗങ്ങളും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാറുണ്ട്. അപ്പം ഇന്നതേ ആകാവൂ എന്ന് പറഞ്ഞാൽ എല്ലാ ദേശത്തും എല്ലായ്പ്പോഴും എല്ലാം കിട്ടണമെന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിന് തൃപ്തിയാകുക. എല്ലാം ചെയ്യുന്നത് എന്തിനാ? മനസ്സമാധാനത്തിനും മനസ്സിൻ്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പോൾ 2 തുമ്പപ്പൂവും ഒരു ഉണക്കലരിയും വെച്ചാലും കണി കാണാം. അവിടെ എനിക്ക് ആരെയാണോ കാണേണ്ടത് ആ ആളിനെ കണ്ടു എന്ന് എനിക്ക് ബോധ്യം വന്നാൽ മതി. എന്തെങ്കിലും വെക്കാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഇന്നത് പാടില്ല, അങ്ങനെ ഒരു ആചാരം എന്തെങ്കിലും ഉണ്ടോ? നിഷിദ്ധമായത് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മളിവിടെ വയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ക്ഷേത്രത്തിലായാലും ഭവനത്തിലായാലും
ക്ഷേത്രത്തിലാകുമ്പോൾ ശ്രീലകത്തിന് മുമ്പിലായിരിക്കാം, വീട്ടിലാണെങ്കിൽ പൂജാമുറിയിലായിരിക്കും. അപ്പോൾ ഈ സങ്കേതത്തിനുള്ളിൽ കടത്താൻ ഇല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുവാൻ യോഗ്യതയുള്ള വസ്തുക്കൾ എന്താണ് എന്ന് ഓരോരുത്തർക്കും അറിയാം. അതിനനുസരിച്ച് അല്ലാതെ വേറൊന്നും അവർ കയറ്റിയല്ലോ, അമ്പലത്തിനകത്തായാലും തൻ്റെ പൂജാമുറിയിലായാലും. നമ്മൾ ഈ വിഷു കൈനീട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു നാണയമാണ് പണ്ട് കാലത്ത് കിട്ടിയത്. ഇന്നിപ്പോൾ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് വിഷു കൈനീട്ടം. അപ്പോൾ തിരുമേനിയെ സംബന്ധിച്ച് കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ മുത്തശ്ശി കണ്ണു ദേവാലയത്തിലെ വിളക്കെല്ലാം കത്തിച്ച് കണ്ണും കിടക്കുന്നിടത്ത് വന്ന് ഉണ്ണിന്ന് എഴുന്നേറ്റ് വന്ന് കണ്ണ് മൂടിക്കെട്ടി മുത്തശ്ശി ഇങ്ങനെ ഞാൻ മുമ്പിൽ എന്നെ കൊണ്ടാവും. മുത്തശ്ശി പുറകെ പിടിച്ച് ദേവാലയത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുത്തശ്ശി കണ്ണ് തുറക്കും, കൈവിടും. ഞാൻ ഭഗവാനെ ശ്രീവല്ലഭനും മഹാദേവനും ഭഗവതിയും ഒക്കെയാണ് അവിടെ ഉള്ളത്. അവരെ കാണും. തിരിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ വല്യച്ഛൻ വാസുപ്പൻ ഉണ്ട്. അദ്ദേഹം ആണ് അന്ന് 10 പൈസയാണ്. 10 പൈസ അവിടെ നിന്ന് എടുത്ത് കയ്യിലേക്ക് തരും, അങ്ങോട്ട് നമസ്കരിക്കും. ഇങ്ങനെ ആ ദിവസത്തിൽ അന്ന് അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്. അന്ന് 10 പൈസ വലിയ ഇതാണ്. ആ തുകയ്ക്കല്ല, എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ലായിരുന്നു, ഏത് സന്ദർഭത്തിൽ ആരിൽ നിന്ന് ലഭ്യമാകുന്നു അതിനായിരുന്നു പ്രാധാന്യം. ക്ഷേത്ര ദർശനം വിഷുദിനത്തില് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വിഷുദിനത്തിൽ എന്നല്ല, എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം സാധ്യമാകുന്നിടത്തോളം ചെയ്യുന്നത് ഉത്തമമാണ്. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടുന്ന ആ അനുകൂല ഊർജം ഇപ്പോൾ എല്ലായിടങ്ങളിൽ നിന്നും കിട്ടുന്നില്ല മനുഷ്യന്. അത്യാവശ്യം ഇത് കരഗതമാകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ വിഷു അല്ലെങ്കിൽ ഓണം ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. വിഷു ദിവസമാകുമ്പോൾ ഈ ക്ഷേത്രത്തിലും കൂടുതൽ അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്, കണി വച്ചിട്ടുണ്ടാവും. ക്ഷേത്രങ്ങളിലൊക്കെ ആകുമ്പോൾ പശുവും ഒക്കെ ഉണ്ടാവും ഇത് കാണാനായിട്ട്, കണി കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ പിന്നെ മുമ്പോട്ട് നയിക്കാനുള്ള ആ ചാലകശക്തി അല്ല ഊർജ്ജമായിട്ട് നമ്മളിൽ ഉണരുന്നത്. അപ്പോൾ അങ്ങ് തന്നെ ഒരുപാട് വട്ടം സംസാരിക്കുമ്പോൾ കണ്ണനെ ഉണ്ണി എന്നാണ് വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരു ഭഗവാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് അങ്ങേക്ക്? ഇതെന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും അറിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അറിവ് വെക്കുന്ന സമയം തൊട്ട് ആദ്യം കേൾക്കുന്ന ഒരു പേര് കണ്ണൻ്റെ ആയിരിക്കും. മുത്തശ്ശൻ, മുത്തശ്ശിയിലെ അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇവരൊക്കെ കഥകൾ നമ്മളെ അനേകം കഥകളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് കൊച്ചിലെ. അപ്പം ഇതിലെ മഹാഭൂരിപക്ഷവും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിരിക്കും. പാട്ടുകൾ ഇതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട. ഇത് കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്, ഈശ്വരനൊക്കെയാണ്, പക്ഷേ എന്തോ ഞാൻ വിളിച്ചാൽ കേൾക്കും. മറ്റു ദേവന്മാരും കേൾക്കാഴികയൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് അത്ര അടുപ്പം അവരോട് വരാത്തത് കൊണ്ടാണ്. അതാണ് ആ കൃഷ്ണഭക്തി. ഭക്തനെ അത്രത്തോളം അറിയുന്ന ഒരു ദേവൻ. ഇപ്പോൾ കണി കാണുന്നതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏത് സമയത്താണ് കണി കാണേണ്ടത്? അത് ഉഷസ്സിലാണ്. ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പാണ് കണി കാണുക. സമയമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് രാവിലെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പെങ്കിലും വേണം. ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്കറിയാലോ, എല്ലാവരും ജോലിയുടെ തിരക്കിലാണ്. അപ്പോൾ കൂടുതലും ഫോണിലൊക്കെ കണി കാണുന്നവരെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് അതിൽ കൂടെ മനസ്സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. നമ്മളിപ്പോൾ പൊതുവെ ജോലിയുടെ തിരക്കിലൊക്കെ എണീക്കുമ്പോൾ കണി കാണുക എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അങ്ങനെ ചെയ്യണതുണ്ടോ? അതോ രാവിലെ ഈ കണി കണ്ടിട്ട് പിന്നെ ഉറങ്ങാൻ പാടുണ്ടോ? അങ്ങനത്തെ സംശയങ്ങൾ പലരും ചോദിച്ചു. കണി കണ്ടതിന് ശേഷം വീണ്ടും ഉറങ്ങാൻ പാടില്ല. അപ്പം ആ കണി കണ്ടതിൻ്റെ ഫലം പോയില്ലേ. സാധാരണ പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, വീണ്ടും കിടന്നുറങ്ങിയാൽ വീണ്ടും കുളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, കണി കാണുന്നത് ആദ്യം
എഴുന്നേറ്റ് വന്നാൽ ഉടനെ കണി കാണുകയാണ് വേണ്ടത്. എല്ലാവർക്കും അത് അങ്ങനെ അവസരം കിട്ടണമെന്നില്ല. തിരുമേനിയുടെ ഒരു വിഷു ഓർമ്മകൾ എങ്ങനെയാണ്? എൻ്റെ വിഷു ഓർമ്മകൾ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ എൻ്റെ മുത്തശ്ശിയും എൻ്റെ വല്യച്ഛൻ, അത് കഴിഞ്ഞ് എൻ്റെ അമ്മ, ഇതേ നടപടിക്രമമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം അകത്തെ തേവാരത്തിൽ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെയും എൻ്റെ പെങ്ങളുടെയൊക്കെ ജോലിയാണ് ഈ ഉരുളിയും അതൊക്കെ എടുത്ത് വിളക്ക് ഉൾപ്പെടെ അമ്മയുണ്ടാവും. പുറത്ത് അമ്പലമുണ്ട്, പുറത്ത് നട തുറന്ന് ഇതെല്ലാം എടുത്ത് അവിടെ വെക്കുക. മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് തൊഴുത്തിൽ പശു ഉണ്ടായിരുന്നു. പശുവിനെയും കാണിക്കുമായിരുന്നു. മുത്തശ്ശിയുടെ കാലമൊക്കെ കഴിഞ്ഞു, അപ്പോൾ പിന്നെ പശുവൊക്കെ പോയി. അപ്പം പിന്നെ പുറത്തെ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുക. തുടർന്ന് നമ്മൾ തിരിച്ചു പോരും. കുളിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ തേവാരമായി, അങ്ങനെ ആയി. പിന്നെ ഉച്ചയ്ക്കുള്ള വിഷു സദ്യ നല്ല ഗംഭീരമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ചക്ക അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. ചക്ക കൊണ്ടുള്ള അവിയൽ, എടിഞ്ചക്ക തോരന്, പല തരത്തിൽ ചക്ക ഉണ്ടാവും അതിനകത്ത്. ഇന്നത്തെ കാലത്തെ വിഷുവിനെ ആയിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മാറ്റാ തോന്നുന്നത്? മാറ്റം എന്താ വെച്ചാൽ ഒരു നൊസ്റ്റാൾജിക് ഒരു ഇതല്ലേ ഓരോരുത്തർക്കും ഉള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചതൊക്കെ വളരെ നല്ലത് എന്ന് എനിക്ക് തോന്നുക. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയോട് ചോദിച്ചാൽ അവർക്ക് ഇത് കിട്ടിയിട്ടില്ല, പഴയ തലമുറയുടെ. അപ്പോൾ അത് മോശമായിരുന്നു നല്ലതായിരുന്നു എന്ന് മാർക്കിടാൻ അവരെ കൊണ്ട് പറ്റുകയില്ല. അവരേത് രീതിയിലാണോ കടന്നു വരുന്നത്, ഇല്ലേ അവർ അനുഭവിച്ചറിഞ്ഞത്, അതല്ലേ ആ രീതിയിൽ അവരെ സമീപിക്കുക എന്നേ പറയാൻ പറ്റൂ. നമ്മൾ കുറേ കഥയൊക്കെ പറയാമെങ്കിലും അപ്പം അവർക്ക് ഈ കാരണവർ വെറുതെ എന്തൊക്കെയോ അടിച്ചുവിടുക എന്ന് പറയും. ഈ വിഷുവിൻ്റെ ദിവസം നമ്മൾ പൊതുവെ നല്ല തുടക്കങ്ങൾക്ക് പറ്റുന്ന ദിവസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഒന്നാമത്തെ കാര്യം, ഈ വൈശാഖ മാസത്തിൽ ആണല്ലോ ഇത് കടന്നു വരുന്നത്, മേടവും ഒക്കെ വരുന്നത്. മേടം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ആ സംക്രമം കഴിഞ്ഞാൽ വിഷുവൽ പുണ്യവത്സരമാണ്. കാരണം ഏറ്റവും എന്താ പറയുക, ഐശ്വര്യദായകമായ അല്ല എന്തിനും കാരണം ചെയ്യാൻ പറ്റുന്ന ആ ദിവസമാണത്. ദിനവും രാത്രവും തുല്യമാണ്. അങ്ങനൊരു ദിവസം വേറെ ഇല്ല. ഏറ്റവും നല്ലൊരു മുഹൂർത്തം അന്ന് ഉണ്ട്. പിന്നെ വരുന്നത് 10 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ നിലം ഉഴിയൽ, അത് നമ്മൾ ചാല് കീറുക എന്നൊക്കെ പറയില്ലേ, വിത്ത് പാകുക, വിത്തിടുക, പുതിയ ആയുധങ്ങൾ എല്ലാം കാർഷിക വൃത്തിക്കുള്ളവ എല്ലാം പുതിയതാക്കുക, കന്നുകാലികളെ എല്ലാം രാവിലെ കുളിപ്പിച്ച് പൊട്ടുമൊക്കെ തൊടിയിപ്പിച്ച് മാലയൊക്കെ ഇടിയിപ്പിച്ച് അവയുടെ ഈ നുകമൊക്കെ വെച്ച് എന്നാണ് കണ്ടത്തിൽ ചാല് കീറി വിത്തെറിയലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് സത്യത്തിൽ കാർഷിക വൃത്തിയുടെ ഒരു ആഘോഷമാണ്. ചിലയിടത്തൊക്കെ ഇതിന് ചില ദേവതകൾക്ക് പോലും അവർ ഈ കുഴിയൊക്കെ കുത്തി നേദ്യം പോലും കൊടുക്കാറുണ്ട് ഈ ദിവസം. ഇപ്പോൾ ഒന്നുമില്ല. വടക്കോട്ടൊക്കെ അത് ഉണ്ടായിരുന്നു പല സ്ഥലം, കണ്ണൂർ ഭാഗത്തൊക്കെ. ഇപ്പോൾ വിഷു, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് രാത്രി പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത് വിഷുവിനാണ്, ദീപാവലിയേക്കാൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അതില്ലാതെ പോയതും ആ ഒരു ഭാഗത്തേക്ക് അത് ഉണ്ടായതും? അവിടെ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലും ദീപാവലിക്ക് വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് വിളക്കുകളൊക്കെ കത്തിക്കലൊക്കെ ഉണ്ട്. എന്നാലും പടക്കം പൊട്ടിക്കലൊന്നും ഞങ്ങളുടെ ഇവിടെ നിന്നില്ല. വിഷുവിനൊക്കെ പണ്ടേ ഉണ്ട്. അത് ഒരു ആഘോഷമാണ്. ന്യൂ ഇയർ ആണല്ലേ, അപ്പം അതങ്ങ് ആഘോഷിക്കുക. ഇപ്പം കണ്ടില്ല, ഇപ്പം എങ്ങനെയാണ് ന്യൂ ഇയർ ജാനുവരി 1 ആചരിക്കുന്നില്ലേ, അതേപോലെ അന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ പറ്റുമോ അത്രത്തോളം അത് പൊലിപ്പിക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന്. നമസ്കാരം. ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. നന്ദി.